ജലദാനമാലം ചലദ്ഭോഗിമാലം ജലാംബോധകാലം സദാദാനശീലം സുരാരാദികാലം മഹേശാത്മബാലം ലസത്പുണ്ട്രഭാലം ഭജേ ലോകമൂലം. ഗളദ്ദാനമാലം, ഗളത്തായ, ഗളിക്കുന്ന എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനമാലയോട് കൂടിയവൻ. വെളിയിലേക്ക് നിർഗളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിനായകൻ എന്ന് പറയുന്നത് ഗജമുഖനാണല്ലോ. ഗളദ്ദാനമാലം, വെളിയിലേക്ക് ഒഴുകുന്നത് മദജലമാണ്. മദജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ പ്രതീകാത്മകമായി വെച്ചുകൊണ്ട് ഗുരു ഒരു തത്വം പറയുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗണപതി ആനന്ദസ്വരൂപനാണ്. ആനന്ദാനുഭൂതിയുടെ നിരന്തരമായ ഒരു പ്രവാഹം. വാസ്തവത്തിൽ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. വിഘ്നേശ്വരൻ്റെ പിതാവായിരിക്കുന്നതായ ശിവൻ, പരമേശ്വരൻ സച്ചിദാനന്ദമൂർത്തിയാണ്, ആനന്ദസ്വരൂപനാണ്. ആനന്ദസ്വരൂപനായിരിക്കുന്നതായ വിനായകനും ആനന്ദസ്വരൂപൻ തന്നെയാണ്. ഗുഹാഷ്ടകത്തിലെ പറയുന്നു, ശാന്തം ശംഭു തനോജം സത്യമനാധാരം ജഗദാധാരം. ശാന്തം ശംഭു തനോജം. ശാന്തം എന്നതിനെ ആദ്യം പറഞ്ഞിരിക്കുന്നു, ശാന്തമായിരിക്കുന്ന അവസ്ഥ. ശാന്തനായിട്ടിരിക്കുന്നത് ശംഭുവാണ്. ആരാണ് ശംഭു? ശംഭു ശിവനാണ്. ശമ്മിനെ ഭവിപ്പിക്കുന്നവനാണ്. ശം എന്ന് പറഞ്ഞാൽ സുഖം. ശങ്കരനോ? ശം കരോതീതി ശങ്കരഃ. ശം സുഖത്തെ ഭയിപ്പിക്കുക, സുഖത്തെ സൃഷ്ടിക്കുക. ശങ്കരൻ. ശംഭു ഭയിപ്പിക്കുകയാണ്. ഇപ്പം ശംഭുവിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അതും ശംഭു തന്നെയാണ്. സ്വർണത്തിൽ നിന്നും ഏത് ആഭരണം ഉണ്ടാക്കിയാലും അത് സ്വർണം തന്നെയാണ്. അപ്പോൾ ശിവൻ എങ്ങനെയാണോ ആനന്ദസ്വരൂപനായിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഗണപതിയും ഇവിടെ ആനന്ദസ്വരൂപനായിട്ടിരിക്കുന്നത്. ആനന്ദമെന്ന് പറയുമ്പോൾ എല്ലാ പ്രിയഭാവങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ്. പ്രിയതയുണ്ടെങ്കിൽ അപ്രിയതയുണ്ട്. സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ഇത് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സുഖമായാലും ശരി, ദുഃഖമായാലും ശരി, അതിനെ സ്വീകരിക്കത്തക്ക തരത്തിലുള്ളതായ ഒരു മനോഭാവം, ഒരു ഉൾക്കരുത്ത് നമുക്കുണ്ടാവണം. ആനന്ദമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്, അതല്ലെങ്കിൽ അതിൽ തന്നെ നിഹിതമായി ഇരിക്കുന്നതാണ് സുഖവും ദുഃഖവും. സുഖവും ദുഃഖവും ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെന്താ? സുഖമാണെന്ന് പറയാൻ പറ്റുമോ? ദുഃഖമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സുഖം മാത്രം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അത് പാർശ്വവീക്ഷണമാണ്. ദുഃഖം മാത്രം മതിയെന്ന് പറഞ്ഞാലും അത് പാർശ്വവീക്ഷണമാണ്. സുഖവും ദുഃഖവും പരമ്പൊരുളിൻ്റെ ഭിന്ന ഭാവങ്ങളാണെന്ന് വേണമെങ്കിൽ കാണാം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ. അതുകൊണ്ട് സുഖത്തെയും ദുഃഖത്തെയും എങ്ങനെയാണ് കാണേണ്ടത്? പരമാനന്ദത്തിൻ്റെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ദുഃഖമെന്ന് പറയുന്നത്. പോസിറ്റീവ് വാല്യൂ ആണ് സുഖമെന്ന് പറയുന്നത്. ഇത് രണ്ടും ചേരുമ്പോഴേ പരമാനന്ദമാവുന്നുള്ളൂ. അതായത് സുഖം വന്നാലും ശരി, ദുഃഖം വന്നാലും ശരി, നമ്മൾ സ്വതന്ത്രരായിട്ടിരിക്കുക, സമാധാനമുള്ളവരായിട്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയെല്ലാം നമുക്ക് സൗമനസ്യത്തോടുകൂടി സ്വീകരിക്കുവാനും ശാന്തമായിട്ട് ഇരിക്കുവാനും കഴിയുന്നു. അതുകൊണ്ടാണ് ഗുരുക്കന്മാർക്ക് ശാന്തരായിട്ടിരിക്കുന്നത്. നമുക്കത് കഴിയുന്നില്ല, അശാന്തരാണ്. ഈ അശാന്തി മാറി കഴിയുമ്പോൾ ആനന്ദാനുഭവം ഉണ്ടാകുന്നു, അവിടെ ശാന്തമായി തീരുന്നു. അപ്പോൾ ഇവിടെ വിനായകനിൽ നിന്നും ഒഴുകുന്നതായ മതജലം എന്ന് പറയുന്നത് ആലങ്കാരികമായൊരു ഭാഷയാണ്. വിനായകനിൽ നിന്ന് സദാസമയം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആനന്ദാനുഭൂതിയുടെ പ്രവാഹമാണ്. കാരണം വിനായകൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു രൂപമൊക്കെ കാണുന്നുണ്ട്. ആ രൂപത്തിന് അപ്പുറത്ത് അദൃഷ്ടമായിരിക്കുന്നതായ ഒരു സ്വരൂപം ഇരിക്കുന്നു. എല്ലാവരിലും ഇല്ലേ അത്? നമ്മളൊരു 50 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇരുന്നത്. രൂപങ്ങളൊക്കെ മാറിയില്ലേ? അപ്പോൾ മാറുന്ന രൂപങ്ങൾ ദൃഷ്ടമാണെങ്കിൽ മാറാതിരിക്കുന്നതായ ഒരു സ്വത്വം നമ്മളിൽ വർത്തിക്കുന്നു, അത് അദൃഷ്ടമാണ്. മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണോ അദൃഷ്ടമായിരിക്കുന്നതായ ആനന്ദാനുഭൂതിയുടെ നിരന്തരമായ പ്രവാഹം ഉണ്ടായിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതായ ജഡപ്രകൃതിയുടെ അവിരാമമായിട്ടുള്ളൊരു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രകൃതമല്ല, ഇനി കുറേ കഴിയുമ്പോൾ ഈ പ്രകൃതമൊക്കെ ഇനിയും മാറും. അപ്പോൾ മാറുമ്പോഴും മാറാതിരിക്കുന്നതായ ഒരു പൊരുൾ എന്ന് പറയുമ്പോൾ അതിനെയാണ് നാം തേടുന്നത്, അതിനെയാണ് നമ്മൾ തേടേണ്ടത്. ഇവിടെ ഗുരു നാരായണ ഗുരുവിനിൽ അല്ലെങ്കിൽ വിനായകനിൽ ദർശിക്കുന്നതായ ഈ പ്രവാഹതയെ നമ്മൾ ഉറ്റുപാർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളും അതിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. നമ്മളതിനോട് ചേർത്ത് വയ്ക്കണം, നമ്മളെ അതിനോട് ചേർത്ത് വയ്ക്കണം. നാം വേറിട്ട ഒരു വ്യക്തിസത്തയല്ല, ആകവെയുള്ള സമഷ്ടി സത്തയോട് ചേർന്നിരിക്കുന്നതായ ഒന്നാണ്. ഇപ്പം ഞാൻ വേറെ നീ വേറെ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ശരീരത്തിൻ്റെ പരിമിതിയിലാണ്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ബോധ്യം വരുമ്പോൾ എല്ലാ പരിമിതികളും ഇല്ലാതായി പോകും. ഈ പ്രപഞ്ച സർജനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് നമുക്ക് ഈ രൂപസാദൃശ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഈ പ്രകടഭാവം കൈവരിക്കുന്നത്. പ്രപഞ്ച സർജനം എന്ന് പറയുന്നത് നിത്യവർത്തമാനമാണ്. അതെവിടെയാണ് നടക്കുന്നത്? മാറാതിരിക്കുന്നതായ ഒരു സത്യത്തിൽ തന്നെയാണ്. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എപ്പോഴും ഉണ്ടെന്ന് അർത്ഥം. അതായത് എങ്ങനെയാണോ ഈ പ്രപഞ്ച സർജനം അവിരാമമായി നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ എല്ലാം പിന്നിലേക്ക് നോക്കുമ്പോൾ അതിനൊരു പ്രഭവസ്ഥാനം ഉണ്ടായിരിക്കും. ആ പ്രഭവസ്ഥാനത്തിലേക്ക് ആണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാം എവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മുടെ ഉത്ഭവം എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ ഉണ്ടായി വന്നത്? ഇങ്ങനെ സംജാതമായത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ എവിടെയാണ് നിലകൊള്ളുന്നത്? എൻ്റെ അടിസ്ഥാനം എന്താണ്? ഇനി ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതിന് അന്ത്യമുണ്ടോ? നമ്മൾ കാണുന്ന അന്ത്യമാണോ ഇതിൻ്റെ അന്ത്യം? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ജന്മദിനാഘോഷത്തിൻ്റെ തീയതിയാണോ നമ്മുടെ തുടക്കം? വാസ്തവത്തിൽ നമുക്ക് നമ്മളെപ്പറ്റി എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഒരു ബോധ്യവുമില്ല. ഇങ്ങനെ ബോധ്യമില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് സത്യാന്വേഷി ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുന്നത്. വേദാന്ത ദർശനത്തിൽ, ആധ്യാത്മിക ദർശനങ്ങളിലെല്ലാം തന്നെ കാണുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ് ഞാൻ ആരാണ്.
അതിൻ്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ് വാസ്തവത്തിൽ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അന്വേഷണമാണ്. അപ്പോൾ നമ്മുടെ പ്രഭവസ്ഥാനം എന്ത്, അല്ലെങ്കിൽ എൻ്റെ സ്വത്വം എന്ത് എന്നറിയുവാനുള്ള തൃഷ്ണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പൊരുളിൽ നിന്നാണ് ഈ സകലതും ഉണ്ടായി വന്നിരിക്കുന്നത്. സകലതും വെളിപ്പെട്ട് വരുന്നത് സൂക്ഷ്മമായിരിക്കുന്നതായ അദൃഷ്ടമായിരിക്കുന്നതായ ആ പൊരുളിൽ നിന്നാണ്. ദൃഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നിത്യവർത്തമാനത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രപഞ്ചവിലാസം അല്ലെങ്കിൽ പ്രപഞ്ചപ്രവാഹം, അതും പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനടിസ്ഥാനമായിരിക്കുന്നതായ പൊരുൾ അത് ആനന്ദാനുഭൂതിയാണെങ്കിൽ ആ ആനന്ദാനുഭൂതിയുടെ നിരന്തരമായിട്ടുള്ളൊരു പ്രവാഹമായിട്ടാണ് വിനായകനിൽ കാണുന്നതായ ഈ മതജലമൊഴുകുന്നതിനെ ഗുരു ഉപമയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളാം. ഇങ്ങനെ വിവർത്തമായിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു, സദാസമയവും ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. കളദാനമാലം പ്രപഞ്ചസർജനം സദാസമയവും നടന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് സമയം മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഇതിനെ അർത്ഥമുള്ളതാക്കി തീർക്കണം എന്ന് ഒരുവൻ ചിന്തിക്കുന്നു. കാത്തിരിക്കാൻ സമയമില്ല, ആരെയും കാത്തിരിക്കാൻ സമയമില്ല. കാരണം ഓരോ നിമിഷങ്ങളും പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വെളിയിലിരുന്ന വിവർത്തം ഇങ്ങു കാണും, വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ. വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നതാണ്. വിവർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകടമാവുക. അതോടൊപ്പം തന്നെ അത് അപ്രകടമാവുകയും ചെയ്യും. വ്യക്തമാകുന്നു, അവ്യക്തമാകുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിങ്ങനെ പോവുകയാണ്. ഓരോ ദിവസവും ഞാൻ തന്നെയാണ്, നാളെയും ഞാൻ തന്നെയാണ്. പക്ഷേ എന്നിൽ നടക്കുന്നതായ ഭാവവ്യത്യാസങ്ങൾ പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ തിരിച്ചറിയാതിരിക്കുന്നു ചില ആളുകൾ. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പം ഗളദാനമാലം എന്ന നാരായണഗുരു വിനായക അഷ്ടകത്തിലൂടെ ഗണപതിയെ വർണ്ണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സദാസമയവും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതിരിക്കുന്നതായ സത്യത്തെ സംബന്ധിച്ചുള്ളതായ അവബോധം നമ്മളിൽ രൂഢമൂലമായാൽ അതാണ് ഞാനെന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്നതായ ഒരു ആനന്ദാനുഭൂതിയുണ്ട്. അങ്ങനെ ഇത് ബോധ്യം വന്ന ഒരുത്തിന് പിന്നെ എങ്ങനെയാണ് ഭയം ഉണ്ടാവുക? ഭയം ഉണ്ടാകില്ല. ഭയരഹിതമായിരിക്കുന്നതായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടായിരിക്കുന്നത് ഏതിനെയാണ്? മരണമാണ്, മരണഭയമാണ്. അപ്പോൾ ഈ തത്വം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. മരിക്കണം എന്ന് ആർക്കും ആഗ്രഹമില്ല. മരിക്കണം എന്ന് ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലേ? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, നമുക്ക് കിട്ടുന്ന കുറച്ച് വർഷങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു 60, 70, 80 വർഷം. ഈ വർഷത്തിൻ്റെ ഇടയിൽ നാം മരണമില്ലാത്തവനാണെന്ന് തിരിച്ചറിയാൻ ഉള്ള മാർഗം ഇവിടെ ഉണ്ട്. കാരണം ഒരു ദാർശനികനോട് ചോദിച്ചു, ഒരാൾ പറഞ്ഞു, സ്വാമി എനിക്ക് സമയമില്ല, ഞാനാകെ തിരക്കിലാണ്. എപ്പോഴും സമയമില്ലെന്ന് പറയുന്ന ആളുകളാണല്ലോ കൂടുതലും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സമയം എവിടെ പോകുന്നു? സമയം അങ്ങ് പോയിട്ടില്ല, നിങ്ങളുണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നു, എനിക്ക് ഇത്രയും പ്രായമൊക്കെ, ഇനിയിപ്പോൾ എന്താ നേടാൻ പറ്റുക, സമയം കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നില്ല, ഇയാൾ മരിക്കുന്നതാണല്ലോ ഇയാൾ വിചാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ എറ്റേണൽ പവർ എന്ന് പറയുന്നത്, എറ്റേണൽ ട്രൂത്ത് എന്ന് പറയുന്നത്, അതിനൊരിക്കലും മരണമില്ല. പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? നീ പറയണം നിനക്ക് സമയമില്ല, ഇപ്പോൾ 70 വർഷമായി ജീവിച്ചിട്ട്, ഇനി എന്തെങ്കിലും നേടണം, അല്ലെങ്കിൽ ആധ്യാത്മികമായ ഒരു അറിവുണ്ടാകണം, അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കണം, പക്ഷെ അതിന് സമയം കഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്?
കാരണം ഇവൻ എറ്റേണൽ ട്രൂത്താണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല, അതില്ലാതാവുന്നില്ല. ഏതായാലും ഇത്രയും നാളും ഈ ഡിവൈസ് നമ്മൾ ഉപയോഗിച്ചു, ഇനി അത് കേടായെങ്കിൽ അത് കളയുക, പുതിയതെടുക്കുക. അപ്പോൾ പുതിയതെടുത്തിട്ട് വീണ്ടും ഈ വഴിക്ക് സഞ്ചരിക്കണം എന്നാണ്. ഇനി അതല്ല, മരണം ഉണ്ടെന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണെന്തിനാ? മരണമുണ്ടല്ലോ, പേടിക്കണെന്തിനാ? ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടെന്ന് നിനക്ക് ഉറപ്പാണ്, ശരി, ഉറപ്പല്ലേ? ഉറപ്പുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പിന്നെ പേടിക്കണെന്തിനാ? തയ്യാറായിക്കൊള്ളുക. ഏഴ് ജനിതക കോഡിൽ 7 ജന്മം വരെ നിലനിൽക്കുന്നതായ സംസ്കാരം കോഡ് വെച്ചിരിക്കുകയാണ്, പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആർജിക്കുന്നതായ ഈ സംസ്കാരം 7 ജന്മം നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നിരന്തരമായി സംസ്കാരം ആർജിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ 7 ജന്മങ്ങൾ അനന്തമായി പോകും. എന്ത് സംസ്കാരമാണോ നമ്മുടെ DNA-യിലും RNA-യിലും നമ്മൾ കയറ്റി വയ്ക്കുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ അമ്മയും അച്ഛനെയൊക്കെ നമ്മളെയും കൊണ്ട് അവർ അമ്പലത്തിൽ പോയിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടാവും, ആശ്രമങ്ങളിൽ പോയിട്ടുണ്ടാവാം, ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ടാവാം, പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടാവും, അവരുടെ പൂർവ്വ പിതാമഹന്മാരിൽ നിന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ DNA-യിൽ കയറി പിടിക്കും. അതിൻ്റെ ഭാഗമായ ആ സംസ്കാരം അവിടെ നിലനിൽക്കും. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം തൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ അത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ചൈതന്യമായി അത് പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. എല്ലാത്തിൻ്റെയും ഉള്ളിലടങ്ങിയിരിക്കുന്നതായ ആ ഓരോ രൂപത്തിൻ്റെയും ആ സർജനത്തിൽ അല്ലെങ്കിൽ ആ സർഗശക്തിയിൽ ഇത് നിലകൊള്ളുകയാണ്. അപ്പം നമ്മളിതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് കാലഘട്ടത്തിലേക്ക് പരിമിതിപ്പെടുത്താനുള്ളതല്ല. സാധന ചെയ്തുകൊണ്ട് തന്നെ പ്രഫുല്ലമാക്കിക്കൊണ്ടേയിരിക്കണം. ഉള്ളിലുള്ളതായ ചൈതന്യസ്ഫുരണത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിശ്വവീര്യം എന്ന് പറയും. നാരായണ ഗുരു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് വിശ്വവീര്യം. ഒരു ഫ്രഞ്ച് ചിന്തകനുണ്ടായിരുന്നു, ബക്സൻ. അദ്ദേഹം അതിനെ പറയുന്നത് എലാൻ വൈറ്റിൽ നിന്നാണ്. സകലതിലും നിറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ വസന്തകാലം വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും, അല്ലെങ്കിലും കാണാം. ഓരോ വൃക്ഷത്തലപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു തളിരില കാണാം. നമുക്ക് മാത്രം അങ്ങനെ ഒരു തളിരിലയില്ല, മുരടിച്ചിരിക്കുക. കാരണം വളർച്ചയില്ല, വളർച്ച ബ്ലോക്ക് ചെയ്തിരിക്കുക. വൃക്ഷങ്ങൾക്ക് പോലും സസ്യലതാദികൾക്ക് ഈ വളർച്ച എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്, ഇല്ലേ? എന്നും ചെന്ന് നോക്കിയാൽ ഒരു പുതിയ ഇല കാണാം, പുതിയ പൂവ് കാണാം, പുതിയ കായകൾ കാണാം. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ തായ്വേര് ഭൂമിയുടെ അജ്ഞാതമായിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നും അതിന് വേണ്ടുന്നതായ ഊർജം സംഭരിക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് അത് മേലോട്ട് വളർന്നുകൊണ്ടേയിരിക്കും. മുകളിലേക്ക് പോകുന്നതിനും പരിമിതിയൊന്നുമില്ല. മുകളിലേക്ക് പോയി കഴിഞ്ഞാലോ ഈ ആകാശ തലത്തിൽ നിന്നും വരുന്നതായ ഊർജം സൂര്യനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ചന്ദ്രനിൽ നിന്നും വരുന്നതായ ഊർജത്തെ അത് സ്വീകരിക്കുന്നു. ഒന്ന് അദൃഷ്ടമായിരിക്കുന്നതായ ഊർജം, ഒന്ന് ദൃഷ്ടമായിരിക്കുന്നതായ ഊർജം. ഇത് രണ്ടും സമാഹരിച്ചുകൊണ്ട് അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് വിശ്വവീര്യം എന്ന് പറയുന്നത്. വേരിലൊരു ധർമ്മം ഇരിക്കുന്നു, അതിൻ്റെ തായ്തടിയിലൊരു ധർമ്മം ഇരിക്കുന്നു, ശാഖോപശാഖകളിലൊരു ധർമ്മം ഇരിക്കുന്നു, ഇലകളിലൊരു ധർമ്മം ഇരിക്കുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സർജന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. തണ്ടിൽ നിന്നും ശാഖ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എവിടെ നിന്നാണ് ഇത് തള്ളി പുറത്തേക്ക് വരുന്നത്? ആ ചോദന എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇലകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ചോദന എന്താണ്? ഇലകളുടെ അറ്റത്ത് പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെ
ആ തള്ളിച്ച, ഇതിനാണ് വസന്തം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സ്പ്രിങ് സീസൺ എന്ന് പറയില്ലേ. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈവിട്ട് കഴിഞ്ഞാൽ തള്ളിപ്പോകും. അപ്പോൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളാനുള്ള ഒരു പ്രവണത എപ്പോഴും ഉണ്ട്. ഇതിനെയാണ് വസന്തം എന്ന് പറയുന്നത്. നടരാജഗുരു ഇതിനെ പറയുന്നത് കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് എന്നാണ്, നീതിയുടെ നിരപേക്ഷ നിയോഗം. അപ്പം നമ്മൾക്കും ഇതുപോലെ ഒരു വളർച്ച വേണ്ടേ? നമുക്കെങ്ങനെയാണ് വളർച്ച ഉണ്ടാവേണ്ടത്? നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ശാരീരികമായ വളർച്ചയല്ല, ആന്തരികമായ അറിവിൻ്റെ തലത്തിലുള്ളതായ ഒരു വളർച്ച. എന്നാൽ ലോകത്ത് ജീവിച്ചിട്ടുള്ള മനുഷ്യകൾ അവരെല്ലാവരും ഫിലോസഫേഴ്സായിരുന്നു. ഇപ്പോൾ ഭാരതീയമായ സന്ദർഭത്തെ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പുരാതന കാലം മുതൽ ഋഷിമാരെ ഫിലോസഫർ എന്ന് പറയാൻ ഒക്കില്ല. എന്താ കാരണം? ഫിലോസഫർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫിലോസഫർ എന്ന് പറഞ്ഞാൽ സത്യത്തെ പ്രേമിക്കുന്നവൻ, അറിവിനെ പ്രേമിക്കുന്നവൻ എന്നാണ് അർത്ഥം, ഇഷ്ടപ്പെടുന്നവൻ. നാരായണ ഗുരു ഫിലോസഫറാണോ? നാരായണ ഗുരു ഋഷിയാണ്, സത്യം അറിഞ്ഞവനാണ്. സത്യത്തെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്ത്, അറിവിനെ സ്നേഹിക്കുക മാത്രമല്ല ഗുരു ചെയ്ത്, ഗുരു അറിവായി തീർന്നു. അത് അറിവാണ്. അപ്പോൾ ഗുരുവിനെ ഫിലോസഫേഴ്സിൻ്റെ ലിസ്റ്റിൽ പെടുത്തരുത്. മന്ത്രദ്രഷ്ടാവാണ്, അറിഞ്ഞവനാണ്. എന്നാൽ ഇഷ്ടം പോലെ ഫിലോസഫേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവർ സത്യം അറിഞ്ഞവരല്ല, സത്യത്തെ അന്വേഷിക്കുന്നവരാണ്. അതാണ് നാരായണ ഗുരുവിനെ പോലുള്ള ഗുരുക്കന്മാരും ഋഷിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അവർ സത്യത്തിൽ അമർന്നിരിക്കുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം സൗന്ദര്യാനുഭൂതിയുടെ ഭാഗമായിട്ടാണ്. നമുക്കത് ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഇത് വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ശ്ലോകമാണ്, മന്ത്രങ്ങളാണ് ഇതെല്ലാം. നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം അവരിത് ആസ്വദിച്ചുകൊണ്ട് സദാസമയവും ഒരു സൗന്ദര്യ ലഹരിയിലിരുന്നവരാണ് ഗുരുക്കന്മാർ. അതുകൊണ്ട് അവരിതിനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. നാരായണ ഗുരു എങ്ങനെയാണോ കാളി നാടകമൊക്കെ എഴുതിയത്, ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യ ലഹരി എഴുതി. കാരണം സൗന്ദര്യം ഒരു ലഹരിയായി മാറുകയാണ്. ഒരു കാര്യമില്ലെങ്കിൽ എന്തോ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചിട്ട് അസ്വസ്ഥപ്പെടുന്നു. എന്തോ ചെയ്യേണ്ടത്, എന്താ കാരണം? കർമ്മം ചെയ്ത് വർക്കഹോളിക്കായി ചെയ്തുകൊണ്ടേയിരിക്കും. പണിയൊന്നുമില്ലെങ്കിലും എന്തുകൊണ്ട് അവിടെ എങ്ങനെ ശാന്തി ഉണ്ടാവും? എപ്പോഴാണോ തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നത് അപ്പോഴാണ് അവന് ശാന്തി ഉണ്ടാവുള്ളൂ. എപ്പോഴാണോ തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നത് അപ്പോൾ ശാന്തി ഉണ്ടാവുള്ളൂ. ഈ സിദ്ധാർത്ഥ രാജകുമാരൻ കപിലവസ്തുവിൽ നിന്ന് ഇറങ്ങിയപ്പോയിട്ട് അനേക ഗുരുക്കന്മാരെ കണ്ടു, ഒരുപാട് സാധനകൾ ചെയ്തു. അവസാനം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു, ബോധിവൃക്ഷ ചുവട്ടിൽ അനങ്ങാതിരുന്നു. അപ്പോൾ ബോധോദയം ഉണ്ടായി. സ്വയം ഒന്നിനെ ആശ്രയിച്ചില്ല, ശാന്തി ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്താലും, എന്ത് കർമ്മങ്ങളിൽ നമുക്ക് വ്യാപരിക്കേണ്ടി വന്നാലും അതിൽ നമ്മുടെ കർത്തൃത്വം കൊടുക്കാതിരുന്നാൽ മതി, നമ്മൾ രക്ഷപ്പെടും. പക്ഷേ എങ്ങനെയാണ് കർത്തൃത്വം കൊടുക്കാതിരിക്കാൻ കഴിയുക? അത് നമ്മുടെ അഹന്തയാണ്. എപ്പോഴാണോ മനസ്സിൻ്റെ പ്രഭാവം കുറയുന്നത് അവന് ശാന്തി ഉണ്ടാവും. ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എപ്പോഴെങ്കിലും വെറുതെ ഇരുന്നിട്ടുണ്ടോ? അവിടെയാണ്. അല്ല, എപ്പോഴാണ് ഭഗവാൻ വെറുതെ ഇരുന്നിട്ടുണ്ടോ അത് മനസ്സിലാക്കണം. കൃഷ്ണനെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ കർമ്മനിരതനായിട്ടിരിക്കുന്ന കൃഷ്ണനാണ് എപ്പോഴും കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ ഗോപികമാരെ കൂട്ടി ഡാൻസ് ചെയ്യും, വെറുതെ ഇരിക്കില്ല. കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുന്നു, ഗോപികമാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു. സർവ്വ കാര്യങ്ങളിലും കൃഷ്ണനെ കാണാം.
എന്നിട്ട് എന്താ പറയണേ? സർവധർമാൻ പരിത്യജ്യ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയും? കർമ്മങ്ങളെ ധർമ്മമാക്കി മാറ്റാൻ കഴിയണം. അത് സ്വധർമ്മമാണ്. അത് എന്നിലൂടെ സംഭവിക്കുന്നതാണ്. ഇപ്പം ഗളദ്ദാനമാല എന്ന് പറഞ്ഞില്ലേ, ഈ കർമ്മത്തിൻ്റെ നിരന്തരമായ ഒഴുക്ക് തന്നിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എങ്ങനെയാണോ ഇപ്പം ഈ കറണ്ട് പ്രവഹിക്കണമെങ്കിൽ അതിനൊരു മാധ്യമം വേണം, ഒരു വയറുണ്ടല്ലേ? വയറ് വല്ലതും ചെയ്യുന്നുണ്ടോ? കറണ്ട് പ്രവഹിക്കുന്നുണ്ട്, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക, വലിയ കർമ്മമാണ് കാണിക്കുന്നത്. എത്ര മണിക്കൂറേ കറങ്ങുന്നത്? കറണ്ട് വരുന്നുണ്ട്, കറണ്ട് ഒഴുകി വരുന്നതായ വയറ് അവിടെ നിശ്ചലമായിട്ടിരിക്കുക. ഇതുപോലെ ഒരു നിശ്ചലത്വം നമ്മളിലുണ്ട്. അങ്ങനെ നിശ്ചലത്വം നിലനിൽക്കുമ്പോഴും ചലനോന്മുഖമായിട്ടുള്ളതായ ഒരു തലം അതിൽ തന്നെ വർത്തിക്കുന്നു. ഈ നിശ്ചലതയിൽ ചലനോന്മുഖമായ ഒരു പൊരുളും കൂടി വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അചലമാണ്. അചലമായിരിക്കുന്നതിനകത്ത് തന്നെയാണ് ഈ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പാരഡോക്സ് ആയിട്ട് തോന്നും. ഒന്ന് ഡൈനമിക്കാണ്, മറ്റേ സ്റ്റാറ്റിക്കാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഡൈനമിക്കാണ്, പ്രകൃതിയാണ്, അത് ക്രിയാത്മകമാണ്. പ്രകൃതിയാണെങ്കിൽ സദാസമയം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, മാറ്റങ്ങൾക്ക് വിധേയമാണ്. മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ താങ്ങി നിർത്തുന്ന ഒന്നുണ്ട്, അതാണ് ധർമ്മം. അതൊരിക്കലും മാറുന്നില്ല. അപ്പോൾ ആ ധർമ്മം ഞാൻ സൃഷ്ടിച്ചതല്ലല്ലോ, അവിടെ ഉള്ളതല്ലേ, എൻ്റെ അസ്തിത്വത്തിൽ തന്നെ ഉള്ളതാണ്. ഏതൊരു പൊരുളിനാണോ നമ്മൾ അന്വേഷിക്കുന്നത്, ആ പൊരുളിൻ്റെ അകത്ത് തന്നെ, ആ പൊരുൾ സ്റ്റാറ്റിക് ആണെങ്കിൽ ആ പൊരുളിൻ്റെ അകത്ത് തന്നെ ധർമ്മം എന്ന ഡൈനമിസം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വേണ്ടത്? ന്യൂട്രലായിട്ട് നിൽക്കണം. നാരായണഗുരു പറയുന്നുണ്ട് നടുന്നില്ല എന്ന്. ആ വശത്തുമല്ല ഈ വശത്തുമല്ല, നടുനിലയിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് യോഗാത്മകത എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതിരിക്കലല്ല, അതെ, സമസ്തം യോഗയുച്യതേ. ഇത് നമുക്ക് എപ്പോഴും മനസ്സുകൊണ്ട് സമത സ്വീകരിക്കാൻ കഴിയണം. അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, ധ്യാനം ശീലിക്കണം.